ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ പലപ്പോഴും ഒരു ചെടിയുടെ തൈ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ കമ്പുകൾ നട്ടിട്ട് അല്ലെങ്കിൽ വിത്ത് നട്ടിട്ടൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ ചെടിയുടെ ചോട്ടിൽ പൊട്ടി മുളച്ചുണ്ടാകുന്ന പുതിയ തൈകൾ മാറ്റി നട്ടിട്ടൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതൊന്നല്ല പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെടിയുടെ ഇല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ചെടിയുടെ തൈ ഉണ്ടാക്കിയെടുക്കേണ്ടത്, എങ്ങനെയാണ് ചെടിയുടെ ഇലകൾക്ക് വേര് പിടിപ്പിച്ചിട്ട് പുതിയ തൈ ആക്കി മാറ്റുക എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പല ചെടികളും ഇലകൾക്ക് വേര് വരുന്ന ചെടികളാണ്, എന്നാൽ ചില ചെടികൾക്ക് ഇതുപോലെ ഇലകൾക്ക് വേര് വരാറില്ല. അപ്പോൾ ഈ ക്രോട്ടൺ ചെടികളൊക്കെ വളരെ പെട്ടെന്ന് ഇലയിൽ വേര് വരും. അപ്പോൾ ഈ ക്രോട്ടൺ ചെടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്രോട്ടനിൽ ഇലകൾക്ക് വേര് പിടിപ്പിച്ചിട്ട് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ഒരു ട്രെൻഡായിരുന്നു ക്രോട്ടൺ. എല്ലാ വീട്ടിലും ഒരു ക്രോട്ടൺ പ്ലാന്റ് മസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ക്രോട്ടൺ പ്ലാന്റ് ഒന്നും എല്ലാ വീടുകളിലും കാണാറില്ല. എന്നാൽ ഇപ്പോൾ നഴ്സറികളിൽ പല വെറൈറ്റി ആയിട്ട് പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ക്രോട്ടനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രോട്ടനിലാണ് ഇങ്ങനെ വേര് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടി നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇല നമ്മൾ പൊട്ടിച്ചെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇല എടുക്കുമ്പോൾ അധികം മൂപ്പത്തിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം സൈസ് മീഡിയം സോഫ്റ്റ്നെസ് ഒക്കെ ഉള്ള ഒരു ഇല, മൂപ്പുള്ള ഒരു ഇല നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എടുത്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ്. നമ്മൾ ചെടികളൊക്കെ സാധാരണ നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ കോക്കോപീറ്റ്, ഇങ്ങനെ ആയിരിക്കും നടുക. അല്ലെങ്കിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചാണകപ്പൊടിയും കോക്കോപീറ്റും സമാസമം എടുത്തിരിക്കുന്ന ഒരു പോട്ടി മിക്സ് ആണ്. ഇതിലാണ് നമ്മൾ നടുന്നത്. മണ്ണ് ഇതിൽ ചേർക്കണില്ല. ഇതിലാണ് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത്. അപ്പോൾ നടാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ചെടികളുടെ ഇലകൾക്ക് വേര് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റൂട്ടിൻ ഹോർമോൺ ആവശ്യമാണ്. അപ്പോൾ റൂട്ടിൻ ഹോർമോൺ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റൂട്ടിൻ പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കുകളുണ്ട് അത് ഉപയോഗിക്കാം. കരി അല്പം കലക്കിയിട്ട് അതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഏത് ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മുൻപ് റോസിന് കറ്റാർവാഴ ഉപയോഗിച്ച് വേര് പിടിപ്പിക്കുന്ന ടെക്നിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു ക്രോട്ടൻ്റെ ഇലയും നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കറ്റാർവാഴയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വേര് പിടിപ്പിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ക്രോട്ടൻ്റെ ഇല എടുത്ത് നമ്മൾ പകുതി കീറി വെച്ചിരിക്കുന്ന ഈ കറ്റാർവാഴയിലോട്ട് ഈ ഒരു ക്രോട്ടൻ്റെ ഇലഞ്ഞെട്ടിൻ്റെ ഭാഗം നന്നായിട്ട് വെച്ച് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ക്രോട്ടൻ്റെ ഇലയിൽ ഈ ഒരു മുറിപ്പാടിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് കറ്റാർവാഴയുടെ നീര് എത്തിയെന്ന് ഉറപ്പുവരുത്തുക. നല്ല രീതിയിലൊക്കെ നീരെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ സഹായിക്കുന്ന ഒരു റൂട്ടിൻ ഹോർമോൺ, ഒരു നാച്ചുറൽ റൂട്ടിൻ ഹോർമോണൊക്കെ ആയിട്ട് നമുക്ക് കറ്റാർവാഴയുടെ നീര് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായി ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി പോട്ടി മിക്സിലേക്ക് നമ്മൾ വെക്കുകയാണ് വേണ്ടത്. ഇത് വെച്ച് ആഴ്ത്തി കൊടുക്കാൻ പാടില്ല. പകരം നമ്മൾ എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു ഹോൾ പോലെ ചെറിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ ഒരു ഇലയുടെ ഞെട്ട് ഭാഗവും കുറച്ച് ഇലയുടെ ഭാഗവും കൂടി താഴ്ന്നിരിക്കുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലിന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് റൂട്ട് വരാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു കഴിവുണ്ട്. നമ്മൾ മുൻപ് റോസ് എങ്ങനെയാണ് റോസിന് വേര് പിടിപ്പിക്കേണ്ടതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേരൊന്നും പിടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ ചെടികൾ വേര് പിടിപ്പിക്കാണ്ട് വെച്ച ശേഷം ചൂടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വെയിലടിക്കുന്ന ഭാഗത്തൊന്നും നമ്മൾ ചെടി വെക്കാൻ പാടില്ല. പിന്നെ അതുപോലെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെടിയുടെ ഇലകൾ നമ്മൾ കമ്പാണ് നട്ടിരിക്കുന്നെങ്കിലും ഇലയാണ് നട്ടിരിക്കുന്നെങ്കിലും അതിന് ഇളക്കം തട്ടാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലൊരു ഇളക്കം തട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കാറ്റടിച്ചിട്ടുള്ള ഇളക്കം പോലും ഈ നമ്മുടെ ചെടിക്ക് വേരുണ്ടാവുന്നത് വളരെയധികം തടസ്സപ്പെടുന്നു. യാതൊരു രീതിയിലുള്ള ഇടപെടലുകളും വരാത്ത ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടത്. എങ്കിൽ മാത്രമേ നന്നായിട്ട് വേര് വരുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിന് അല്പം ഹ്യൂമിഡിറ്റി കൊടുക്കുകയാണ്. ഹ്യൂമിഡിറ്റി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രോസസ്സ് ഒന്ന് സ്പീഡപ്പ് ആവുള്ളൂ. അതിനുവേണ്ടി കുറച്ച് ഹ്യൂമിഡിറ്റി കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ വേര് പിടിച്ചിരും. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി വരാൻ വേണ്ടി നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലല്പം വെള്ളം ഉള്ളിൽ കുടഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നല്ല ഹ്യൂമിഡിറ്റി കിട്ടുകയും ചെയ്യും. ഈ ഇലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ വേര് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇല ഇതിലേക്ക് വെച്ച ശേഷം നമ്മൾ നനച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്ത ശേഷം നമുക്ക് ആ കവറിട്ട് മൂടാം. അപ്പോൾ നനച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ റൂട്ടിൻ ഹോർമോണൊക്കെ പുരട്ടിയിട്ട് നമ്മൾ വെച്ച ശേഷം
ആ ഭാഗത്ത് വല്ലാതെ വെള്ളം ആകാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള റൂട്ടിൻ ഹോർമോണൊക്കെ അതിന് നഷ്ടപ്പെട്ടു ആ ഒരു മരുന്നെല്ലാം പോകുന്ന രീതിയിൽ നമ്മൾ നനയ്ക്കാൻ പാടില്ല. പകരം ഈ ചട്ടിയുടെ വശങ്ങളിലേക്ക് നനച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം അതിലേക്ക് നനഞ്ഞ് ഈർപ്പം അതിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. വെള്ളം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നനച്ച് കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം നല്ലൊരു ടെമ്പറേച്ചറും കാര്യങ്ങളും നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന് വേര് വരും. ചിലപ്പോൾ 2 ആഴ്ച 1.5 ആഴ്ച അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു അന്തരീക്ഷത്തിനനുസരിച്ചാണ്. നമ്മൾ എങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് നമ്മൾ താമസിക്കുന്നത്, എങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളിതിന് വേണ്ടി കൊടുക്കുന്നതിന് അനുസരിച്ചിരിക്കും ഇതിൻ്റെ സ്പീഡപ്പ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെടി ഒരു നല്ലൊരു ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ആഴ്ച, മാക്സിമം കൂടി പോയി ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ ചെടിയിൽ വേര് വരും. എന്ത് ചെടിയാണെങ്കിലും വേര് പിടിക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ ചൂട് കൂടിയ ഭാഗങ്ങളിലോ വെയിലുള്ള ഭാഗങ്ങളിലൊന്നും വെക്കാതിരിക്കുക മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേര് വരും. ഞാൻ അത് ഇനി വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു ഇതുപോലെ നമ്മൾ വെച്ച ഒരു ലീഫ് കാണിച്ചു തരാം. എത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെച്ച് ഇതുപോലെ നമ്മൾ ഒരു തണലുള്ള ഭാഗത്തൊക്കെ വെച്ചൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ കെയർ ചെയ്യുക. മണ്ണിൽ വെള്ളം ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലീഫിലൊക്കെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേര് പെട്ടെന്ന് വരും. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നന്നായിട്ട് വേരുകളൊക്കെ വന്ന് ഒരു ഹെൽത്തി പ്ലാന്റിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഈ ഇല മാറിയിട്ടുണ്ട്. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഈ വേരിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു തണ്ട് പോലുള്ളൊരു ഭാഗം മുകളിലോട്ട് വരും. അതൊരു പുതിയ ചെടിയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയൊരു തൈയായിട്ട് മാറുക. അപ്പം നമ്മൾ ഏകദേശം 2 ആഴ്ച കൂടി നമ്മളിത് ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പുതിയ തൈ രൂപത്തിൽ ഈ ഒരു ഇല മാറി വരും. അങ്ങനെ നമുക്കത് പുതിയ ചെടിയായിട്ട് നമുക്ക് മറ്റുള്ള വേറെ ചട്ടിയിലോട്ടോ മണ്ണിലോട്ടൊക്കെ മാറ്റി നടുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുള്ള വേറെയും 2 ഇലകളാണ്. ഇതും നന്നായിട്ട് വേര് വന്ന് നന്നായിട്ട് നല്ലൊരു ചെടി പോലെ തന്നെ ആയി മാറിയിട്ടുണ്ട്. റൂട്ടെല്ലാം വന്ന് ഒരു ഹെൽത്തി പ്ലാന്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിലും 2 ആഴ്ച കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെറിയ കുഞ്ഞു തൈകൾ ഇലകൾക്ക് അടുത്തുനിന്നുണ്ടായി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതിയ തൈകൾ ഇലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളിതിനു മുമ്പേ കലാഞ്ചോ ചെടിയിൽ ഇതുപോലെ തന്നെ വേരുപിടിപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആഫ്രിക്കൻ വയലറ്റിൽ ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആഫ്രിക്കൻ വയലറ്റിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ വേരുപിടിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്ന് കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് തൈകൾ ഒരു ഇലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ചെടികളിൽ ഇലകളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പല ചെടികളിലും ഇത് പരീക്ഷിച്ച് നോക്കാം. ക്രോട്ടൺ ചെടിയിൽ മാത്രമല്ല വേറെയും ഒരുപാട് ചെടികളിൽ നമുക്കത് ചെയ്തു നോക്കാൻ പറ്റും. നമ്മുടെ മുല്ലച്ചെടിയിലും ഇതുപോലെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പൂക്കളുണ്ടാവുന്ന ചെടികളിലും നമുക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ചെടിയുടെ ഇലകളെടുത്ത് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതൊക്കെ ചെടികൾ വിജയിക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.